ക്ലിയറും ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്കിൻ വേണമെന്ന് നമ്മളുടെ ആഗ്രഹമല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ധാരാളം ഫേസ് പാക്സും പ്രൊഡക്ട്സൊക്കെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ അതിനൊക്കെ പുറമെ ഇന്ന് നമ്മളുടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ 8 ടിപ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ അതിനനുസരിച്ചുള്ള ഗ്ലോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോയുടെ എൻഡിൽ ഒരു സ്പെഷ്യൽ ടിപ്സും കൂടി ഞാൻ നിങ്ങൾക്കായി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും കാണാൻ മറക്കരുത്. ഇതിൽ ഫസ്റ്റ് ടിപ്പായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഡയറ്റിൽ ഓറഞ്ച്, പപ്പായ മുതലായ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഇത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യും. ഇതിൽ എല്ലാ ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഗ്ലോയിങ് സ്കിന്നിനും സ്ലോ ഏജിങ്ങിനും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് സ്കിന്നിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന കൊളാജൻ നമ്മളുടെ സ്കിന്നിൻ്റെ ടൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സ്കിൻ യങ് ആയിട്ട് ഇരുത്തുന്നതിനും വളരെയേറെ സഹായിക്കുന്നുണ്ട്. സെക്കൻഡ് ടിപ്പ് ഞാൻ പറയുന്നത് കോഫി ആൻഡ് ഹണി ഫേസ് സ്ക്രബാണ്. ഇത് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ട് നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വളരെയേറെ സഹായകമാണ്. ഇത് കോഫി പൗഡർ ഹണിയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ സ്കിന്നിൽ ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്താൽ തന്നെ ഭയങ്കര ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ തേർഡ് ടിപ്പായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ റൈസ് ഫേസ് മാസ്ക് ആണ്. ചോറ് കഞ്ഞിവെള്ളമായിട്ട് നന്നായിട്ട് അരച്ച് തിക്കായിട്ട് എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റാണ് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും യങ് ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റൻ ഒരു സ്കിൻ കിട്ടാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നാലാമത്തെ ടിപ്പ് ഞാൻ പറയുന്നത് നമ്മുടെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് ഉള്ള അളവിന് നമ്മുടെ വെള്ളം കുടിക്കുക. ഇത് നമ്മളുടെ മുഖത്ത് ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൻ കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അഞ്ചാമത്തെ ടിപ്പായിട്ട് ഞാൻ പറയുന്നത് പ്രോപ്പർ സ്കിൻ കെയർ ആണ്. അത് നമ്മളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചായിട്ടുള്ള ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീനും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിൽ നമ്മുടെ സണ്ണിൽ നിന്നൊരു പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഹെൽത്തി സ്കിന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നെക്സ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു എക്സസൈസാണ്. നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ബ്ലഡിൽ നിന്ന് ടോക്സിൻസ് ഒക്കെ പോയി നമ്മുടെ ഒരു ഫ്രഷ് ലുക്കിംഗ് സ്കിൻ കിട്ടാനും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഇത് സഹായകമാണ്. സെവൻത്ത് ടിപ്പായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ മേക്കപ്പ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ സൺസ്ക്രീൻ ആയാലും നിങ്ങളത് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ പോസൊക്കെ ക്ലോഗായിട്ട് അത് നമ്മുടെ സ്കിന്നിൽ കുരുക്കൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. 8th ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ഇൻസുലിൻ ലെവൽ കൂട്ടി ഓയിൽ പ്രൊഡ്യൂസ് ആയിട്ട് നമ്മുടെ കുരുക്കൾ വരാനും അതുപോലെ തന്നെ സാഗിങ്ങും ഡീഹൈഡ്രേഷനും ഉണ്ടാകും. ഇനി ഒരു സ്പെഷ്യൽ ടിപ്പാണ് പറയുന്നത്. നിങ്ങൾക്ക് വളരെയേറെ സഹായകമാവുന്നൊരു ടിപ്പ് തന്നെയാണ്. ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഫേസ് വാഷിന് ശേഷം നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെയേറെ നല്ലതാണ്. അത് സ്കിൻ ബേണൊന്നും ഉണ്ടാകാണ്ട് നമ്മൾ ലൈറ്റായിട്ട് മൈൽഡായിട്ട് യൂസ് ചെയ്യാം. ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.